بسم الله الرحمن الرحيم فبما رحمة من الله لنت لهم ولو كنت فظا غليظ القلب لانفضوا من حولك فاعف عنهم واستغفر لهم وشاورهم في الأمر فإذا عزمت فتوكل على الله إن الله يحب المتوكلين. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് നോക്കൂ. വേദന തോന്നുന്നില്ലേ? നീളമേറിയ മുസ്ലിം പേരുള്ളവർക്ക് പോലും ഷഹാദത്ത് നല്ലപോലെ അറിയില്ല, നിസ്കരിക്കാൻ അറിയില്ല, ഖുർആൻ ഓതാൻ അറിയില്ല, ഫാത്തിഹ പോലും അറിയില്ല. ഒഴിഞ്ഞുകിടക്കുന്ന വിദ്യാലയങ്ങളും അതിരാവിലെ മാതാപിതാക്കളോടൊപ്പം ജോലിക്ക് പോകുന്ന കുഞ്ഞുങ്ങളെയും കാണാം. എന്നാൽ കേരളത്തിലെ സ്ഥിതി വ്യത്യസ്തമാണ്. അള്ളാഹു വലിയ അനുഗ്രഹമാണ് നമുക്ക് തന്നിട്ടുള്ളത്. കേരള എന്നത് രൂപപ്പെട്ടെന്ന് പറയുന്ന ഖൈറുള്ള എന്ന പദം അക്ഷരാർത്ഥത്തിൽ യാഥാർത്ഥ്യമാണ്. നാം ഉലമാക്കളെ കൊണ്ടും ഉമറാക്കളെ കൊണ്ടും പ്രാഥമിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മുതൽ സർവകലാശാലകളടക്കം ഉന്നത കലാലയങ്ങളെ കൊണ്ടും വിദ്യ അർത്ഥിക്കുന്ന ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെ കൊണ്ടും സമ്പന്നമാണ്. അതെ, നാം കരുണ ചെയ്യപ്പെട്ടവരാണ്. 1926 ജൂൺ 26 പുലരി പകർന്ന പ്രകാശം പൂർവശോഭമായിരുന്നു. അതൊരു ഇതിഹാസ ചരിത്രത്തിന്റെ പിറവിയായിരുന്നു. പ്രവാചകന്റെ കാലത്തു തന്നെ കേരളക്കരയിലേക്ക് കടൽ കടന്നെത്തിയ ഇസ്ലാമിക ചൈതന്യം 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കം വരെ വളരെ സൂക്ഷ്മതയോടെ മുസ്ലിം കൈരളി കൈകാര്യം ചെയ്തു പോന്നു. എന്നാൽ 1920-കളിൽ സമുദായ മധ്യേ നങ്കൂരമിട്ട ചില പുത്തനാശയക്കാർ ആദർശപരമായ ഭിന്ന സ്വരങ്ങൾ ഉയർത്തിയപ്പോൾ സമുദായത്തിന്റെ ഐക്യവും കെട്ടുറപ്പും സംരക്ഷിക്കുകയെന്ന ലക്ഷ്യം ഏറ്റെടുത്തായിരുന്നു മഹിത പ്രസ്ഥാനം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സ്ഥാപനം. സമസ്ത മുന്നോട്ട് വെച്ചത് ഒരു പുതിയ ആശയമോ ആദർശമോ ആയിരുന്നില്ല. ആദം നബി അലൈഹിസ്സലാം മുതൽ ആരംഭിച്ച് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ പൂർത്തീകരണം സാധ്യമായ ഇസ്ലാമിന്റെ ശരിയായ സത്ത കാത്തു സൂക്ഷിക്കുക എന്ന വലിയ ഉത്തരവാദിത്തത്തിന്റെ ഏറ്റെടുപ്പായിരുന്നു അത്. ആയിരത്തി 1921 മലബാർ കലാപം തീർത്ത അവശതകളിൽ നിന്നും അരക്ഷിതാവസ്ഥയിൽ നിന്നുമെല്ലാം മതപരമായും വിദ്യാഭ്യാസപരമായും രാഷ്ട്രീയപരമായും സാമ്പത്തികപരമായും പിന്നാക്കം നിന്ന ഒരു സമൂഹത്തെയാണ് ഈ ഉലമ ഉമറ നേതൃത്വം കൈപിടിച്ചുയർത്താൻ മുന്നോട്ട് വന്നത്. ഇന്ത്യയിലെ കേരളേതര സംസ്ഥാനങ്ങളിലേക്ക് കണ്ണോടിച്ചാൽ കേരളം ആർജിച്ചെടുത്ത വിസ്മയകരമായ വളർച്ചയ്ക്ക് പിന്നിൽ ആക്കം കൂട്ടിയത് ഉലമ ഉമറ ബന്ധം എന്ന അനിഷേധ്യ ഘടകമാണ്. സിൻഫാനി മിൻ ഉമ്മത്തി ഇദാ സലഹ സലഹന്നാസ് വ ഇദാ ഫസദ ഫസദന്നാസ് അൽ ഉലമാ വൽ ഉമറാ. നുബുവത്തിന്റെ പ്രാരംഭദശയിൽ താങ്ങും തണലുമായിരുന്നവരുടെ വിയോഗം തങ്ങളിൽ തീർത്ത അസ്വസ്ഥത നമുക്കറിയാം. ആദ്യം ത്വായിഫിലേക്കും പിന്നീട് യസ്രിബിലേക്കുമുള്ള പലായനത്തിന്റെയും രണ്ടാലൊരു ഉമറിനെ കൊണ്ട് ഈ ദീനിന് നീ ശക്തി പകരണമേ നാഥ എന്ന് റസൂൽ തങ്ങളുടെ പ്രാർത്ഥനയുടെയും പശ്ചാത്തല വായന ഉമറാഇന്റെ സാന്നിധ്യം പ്രസ്ഥാനങ്ങൾക്കു നൽകുന്ന ശക്തിയെയാണ് വിളിച്ചറിയിക്കുന്നത്. കേരളത്തിൽ ഇസ്ലാമികാഗമനം മുതൽ തന്നെ ദൃശ്യമായതും ഇസ്ലാമിന്റെ വ്യാപനത്തിന് കാരണമായതും സമസ്ത തുടർന്നു കൊണ്ടുപോകുന്നതും ഈ പാരസ്പര്യം തന്നെയാണ്. ക്രമേണ ഉലമ ഉമറ ബന്ധത്തിന്റെ കേരള മാതൃക ലോകോത്തരമായി മാറുകയും പ്രതാപം പ്രസരിക്കുന്ന വിജ്ഞാന കേന്ദ്രങ്ങളും വ്യവസ്ഥാപിതമായ മഹല്ല് സംവിധാനങ്ങളുമായി വളരുകയും ചെയ്തു. ജനസംഖ്യയിലും വലിപ്പത്തിലും മുസ്ലിം ഖ്യാതിയുള്ള പ്രദേശങ്ങളുടെ സാമൂഹിക സാംസ്കാരിക ഘടന മനസ്സിലാക്കിയാലും ഈ ഉലമ ഉമറ ബന്ധത്തിന്റെ അനിവാര്യത വ്യക്തമാകും. ഇതര സംസ്ഥാനങ്ങളിലേക്കാൾ കേരളത്തിലെ മുസ്ലിം ലീഗിന്റെ നിർണായകമായ വളർച്ചയ്ക്ക് കേരളത്തിലെ സവിശേഷമായ മതപരിസ്ഥിതിക്ക് അനൽപമായ പങ്കുണ്ട് എന്നത് ഒരു വസ്തുതയാണ്. കേരള മുസ്ലിങ്ങൾ ആർജിച്ചെടുത്ത മുഴുവൻ മേൽവിലാസങ്ങൾക്കും ഈ മൗലികതയുടെ മുദ്ര നൽകിയത് ഉലമാഇനെ ആദരിക്കുകയും ഉമറാഇനെ അംഗീകരിക്കുകയും ചെയ്ത ഈ അവസ്ഥാവിശേഷമാണ്. സമസ്തയും പൂർണ്ണശോഭയിലെത്തിയത് സ്വാത്വികരും സൂക്ഷ്മശാലികളുമായ ഉലമാഇനെയും ഉമറാഇനെയും കൊണ്ടാണ്.
ഒരു കാലഘട്ടത്തിൻ്റെ ഖുതുബായിരുന്ന ഗതാഗത മേഖല വികസിക്കാത്ത കാലത്ത് ഒരേ ദിവസം ളുഹറിന് മസ്ജിദുൽ ഹറമിലും അസറിന് മസ്ജിദുൽ നബവിയിലും മഗ്രിബിന് മസ്ജിദുൽ അഖ്സയിലും ജമാഅത്തിന് പങ്കെടുത്ത മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങളിൽ നിന്നായിരുന്നു തുടക്കം. നട്ടുച്ചയ്ക്ക് തങ്ങൾ പിറന്നപ്പോൾ ആകാശത്ത് നക്ഷത്രം ഉദിച്ചിരുന്നുവെന്നതും അന്ന് മലബാറിൽ ആര് ഹജ്ജിന് പോകുമ്പോഴും തങ്ങളോട് സമ്മതം ചോദിച്ചിരുന്നുവെന്നതും തങ്ങളുടെ ആത്മീയ തലത്തിലും സാമൂഹിക തലത്തിലുമുള്ള വലിപ്പത്തെ വ്യക്തമാക്കുന്നു. അള്ളാഹുവേ, ഈ പതാക നീ ഇമാം മഹദിയുടെ കൈകളിൽ എത്തിക്കണേ എന്ന് വരക്കൽ മുല്ലക്കോയ തങ്ങൾ സമസ്ത സ്ഥാപന വേളയിൽ ദുആ ചെയ്തിരുന്നു എന്നതാണ് ചരിത്രം. സ്വഹാബി വര്യൻ മാലിക് ബിൻ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ പാരമ്പര്യത്തിൽ പിറന്ന ചിന്തകനും ദിഷണാശാലിയും ബഹുഭാഷാ പണ്ഡിതനും പ്രഗത്ഭ ആലിമുമായിരുന്ന പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരെയും കേരളം അത്ഭുതത്തോടെയാണ് കണ്ടത്. കേരളീയ മുസ്ലിം ചരിത്രത്തിൽ വളരെ ശക്തമായ നിലപാടുകളെ കൊണ്ടും വ്യക്തമായ തീരുമാനങ്ങളെ കൊണ്ടും നവോത്ഥാനം സൃഷ്ടിച്ച, വളരെ കൃത്യമായി നൂറ്റാണ്ടുകൾക്കപ്പുറത്തേക്ക് ദീർഘദർശനം ചെയ്ത ഈ മഹാപ്രതിഭയും സമസ്തയുടെ വഴികളെ ധന്യമാക്കി. സമസ്ത സെക്രട്ടറിയും വിദ്യാഭ്യാസ ബോർഡിന്റെ പ്രഥമ പ്രസിഡന്റുമായിരുന്ന KPA മുഹിയുദ്ദീൻ കുട്ടി മുസ്ലിയാർ പറവണ്ണ കേരളീയ ഉമ്മത്തിന് അദബിന്റെ അക്ഷരവിരുന്നൊരുക്കുന്നതിൽ മുന്നിൽ നിന്നവരാണ്. പടച്ചവന്റെ പ്രീതിക്കായും സാമൂഹിക പുരോഗതിക്കായും അവർ താണ്ടിയ വഴികളിൽ സൂനം വിരിഞ്ഞു. അതിന്റെ സുഗന്ധമാണ് നാം ഇന്ന് ആസ്വദിക്കുന്നത്. സമസ്തയുടെ വളർച്ചയിലെ മറ്റൊരത്ഭുത പ്രതിഭാസമായിരുന്നു ബാഫക്കി തങ്ങൾ. കോഴിക്കോട്ടിലെ കൊയിലാണ്ടിക്കാണ് ഈ മഹാമനീഷിയെ ഏറ്റുവാങ്ങാൻ ഭാഗ്യം ലഭിച്ചത്. കൊടുങ്കാറ്റുകൾക്കിടയിലും സമചിത്തയോടെ നിലകൊണ്ട ഖായിദുൽ ഖൗം എന്ന അമരത്തേക്ക് വളർന്ന ജനകീയ നായക നേതാവായിരുന്നു തങ്ങൾ. കേരളക്കരയുടെ നാട്ടിൽ പ്രദേശങ്ങളിൽ നടന്നു ചെന്ന് തലയിലെ തലപ്പ വഴിച്ച് പള്ളിപ്പിരിവ് നടത്തിയാണ് നമ്മുടെ നാട്ടിലെ ഓരോ മദ്രസകളും കെട്ടിപ്പടുത്തത്. ഓർമ്മ വെച്ച കാലം മുതൽ ഒരു വഖത്ത് നിസ്കാരം പോലും ഖളാ ആവാതെ നിസ്കരിച്ച ഉമ്മുൽ മുഅ്മിനീൻ ഖദീജ ബീവിയുടെ ചാരെ അന്ത്യവിശ്രമം കൊള്ളാൻ ഭാഗ്യം ലഭിച്ച മഹാരഥൻ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ. പാണക്കാട്ടെ കുട്ടികൾ സമസ്തയുടെ തലപ്പത്തിരുന്നപ്പോഴാണ് സമസ്ത ഇത്രമേൽ ജനകീയമായത് എന്ന് പറയപ്പെടാറുണ്ട്. അതെ, വിശ്വവശ്യമായ സ്നേഹ അനുഭവമായിരുന്നു SYS പ്രസിഡന്റും കേന്ദ്ര മുഷാവറ മെമ്പർ കൂടിയായ പാണക്കാട്ടെ വലിയ തങ്ങൾ, പുതിയ മാളിയേക്കൽ സയ്യിദ് അഹമ്മദ് പൂക്കോയ തങ്ങൾ. അളവറ്റ മനുഷ്യത്വമായിരുന്നു അദ്ദേഹത്തിൽ പ്രസരിച്ചത്. അസാധാരണമായ ഒരു ശക്തിവിശേഷം വശ്യസുന്ദരമായ ആ വ്യക്തിത്വത്തിനു പരിവേഷം ചാർത്തിയിരുന്നു. പരിപാടിക്ക് പോയി രാത്രി തിരിച്ചു വീടെത്താൻ കഴിയാത്തതിനാൽ കോരിച്ചൊരിയുന്ന മഴയത്ത് കോട്ടക്കലങ്ങാടിയിലെ പൂള വിൽക്കുന്ന ചെളി പിടിച്ച മേശന്മേൽ കിടന്നുറങ്ങിയ സർവസ്വീകാര്യനായ പൂക്കോയ തങ്ങളുടെ കഥ നമുക്ക് പരിചിതമാണ്. ഇങ്ങനെയൊക്കെയാണ് ഈ പ്രസ്ഥാനം തളിർത്തതും പൂത്തതും. ജീവിതത്തിൽ ഒരു കറാഹത്ത് പോലും ചെയ്യാതെ അത്യധികം സൂക്ഷ്മതയോടെ ജീവിച്ച, ഉമ്മത്തിന് കരുത്തായി നിന്ന കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ അള്ളാഹുവിനോട് ചോദിച്ച ആവശ്യങ്ങളൊക്കെയും പട്ടാപ്പകൽ പോലെ പുലർന്നു. സകല ഗുണങ്ങളും സമ്മേളിച്ച സമ്പത്തോ ഭൗതിക പദവികളോ അല്പം പോലും ആഗ്രഹിക്കാതെ അതിവിദഗ്ധനായ കപ്പിത്താനായി ഈ മഹാകപ്പലിന് അദ്ദേഹം ദിശ കാണിച്ചു. അല്ലാഹ്, ഞാൻ ചോദിച്ചതിനുള്ള മറുപടി കിട്ടാതെ ഞാൻ ഇവിടുന്ന് എഴുന്നേൽക്കുകയില്ല. ചോദിച്ച റഹ്മത്തിന്റെ മഴ പേമാരിയായി പെയ്തിറങ്ങി. സദസ്സും സംഘാടകരും നനഞ്ഞു കുതിർന്ന് തിരിച്ചു പോയത് ചരിത്രമാണ്. ഞങ്ങൾ അവർ രണ്ട് കക്ഷിയും സമുദായത്തിൽ ഭിന്നിപ്പുണ്ടാക്കുക, നാടുണ്ടാക്കുക. നിങ്ങൾ ഇനിയെങ്കിലും ഈ പ്രവർത്തനം സമ്മേളനം നടത്തണമെങ്കിൽ നമുക്ക് നടത്താം. ഷംസുൽ ഉലമ, ആലിമുൽ ആലം എന്ന് അറബ് ലോകം വിശേഷിപ്പിച്ച പണ്ഡിത കേസരി. പുറത്ത് ഗാംഭീര്യം സ്ഫുരിക്കുന്നുണ്ടെങ്കിലും അകത്ത് നിഷ്കളങ്കത നിറഞ്ഞു തുളുമ്പിയ സ്വാത്വികൻ. അത്ഭുത സിദ്ധികളോടുകൂടിയ ഒരവർണ്ണനീയ മഹത് വ്യക്തി. വരാനിരിക്കുന്ന ആപത്തുകളെ നേരത്തെ തിരിച്ചറിഞ്ഞ് നടപടിയെടുത്ത സംഭവങ്ങൾ എത്രയെത്ര. അവസാന വാക്കായിരുന്നു മറുവാക്കുകളില്ലാത്ത, മറുചോദ്യങ്ങളില്ലാത്ത ശ്രേഷ്ഠമായ നേതൃശബ്ദം. മരിച്ച മയ്യിദിനെ സംസാരിപ്പിക്കാനുള്ള വെല്ലുവിളി ധീരമായി ഏറ്റെടുത്തതും
പിൽക്കാലത്ത് വെല്ലുവിളിച്ചവനെ ഇസ്ലാമിനു വേണ്ടി പ്രവർത്തിക്കുന്ന നിഷ്കാമകർമ്മിയായി പരിവർത്തിപ്പിച്ചതും ശംസുൽ ഉലമയുടെ കറാമത്തുകളിൽപ്പെട്ടതാണ്. ഇനി പുനരവതരിക്കാത്തവണ്ണം അതുല്യനായിരുന്നു അദ്ദേഹം. തുടർന്ന് കെ അബൂബക്കർ ഹസ്രത്ത്, KT മാനു മുസ്ലിയാർ, പ്രഗത്ഭ ഫക്കീഹായിരുന്ന ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ, ലാളിത്യ ജീവിതം കൊണ്ട് വിസ്മയം തീർത്ത കാളമ്പാടി മുഹമ്മദ് മുസ്ലിയാർ, സമസ്തയുടെ കമ്പ്യൂട്ടർ എന്നറിയപ്പെട്ട MM ബഷീർ മുസ്ലിയാർ, കോട്ടുമല അബൂബക്കർ മുസ്ലിയാർ, അഹ്ലുസുന്നയുടെ ആശയങ്ങൾക്കുമേൽ അധർമ്മത്തിന്റെ അവിശുദ്ധ ആരവങ്ങളാൽ അരങ്ങിലെത്തിയവരെ തുരത്തിയോടിച്ച നാട്ടുകവി മൂസ മുസ്ലിയാർ, ആനക്കര കോയക്കുട്ടി മുസ്ലിയാർ, ഒത്തുതീർപ്പിന്റെ കോടതിയായ പാണക്കാട്ടെ മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, ഉമർ അലി ശിഹാബ് തങ്ങൾ, ഹൈദരലി ശിഹാബ് തങ്ങൾ തുടങ്ങി അസഖ്യം മഹോന്നർ ഈ പ്രസ്ഥാനത്തിന് വഴികാട്ടി. ഇത്തരം സവിശേഷവും സൂക്ഷ്മവുമായി ജീവിച്ച ഉലമാക്കളും ഉമറാക്കളുമായ മഹത്തുക്കളാണ് ഈ പണ്ഡിത പ്രസ്ഥാനത്തെ നയിച്ചത്. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ വഹാബിസവും പ്രവാചകനെന്ന് വാദിച്ച് കുഫറിന്റെ താടിയും തൊപ്പിയും വെച്ച മിർസ ഗുലാം ഖാദിയാനിയുടെ ഖാദിയാനിസവും, അബുൽ അല മൗദൂദിയും അനുയായികളും, CN മൗലവിയുടെ വിഖണ്ഡവാദവും, ചെകന്നൂരിന്റെ ദീനെ ഇലാഹിയും, ആധ്യാത്മിക വേഷം കെട്ടിയ കള്ള ത്വരീക്കത്തുകളും, വ്യാജ ശൈഖന്മാരും, ഔലിയാവേഷധാരികളും, ക്രിസ്ത്യൻ മിഷനറിമാരുടെ വഴിപിഴപ്പിക്കലും മതനിരാസവാദത്തെയുമെല്ലാം തടയാനും പ്രതിരോധം തീർക്കാനും സമസ്തയ്ക്കായി. പാരസ്പര്യത്തിന്റെ പൂർവകാല മാതൃകകൾ പോറലേൽക്കാതെ നിലനിന്നേ തീരൂ. അതിലാണ് വിജയം. അതിന് ഉലമാഇനെ ആദരിക്കുകയും ഉമറാഇനെ അംഗീകരിക്കുകയും വേണം. സുഹൃതങ്ങളുടെ സുഗന്ധമായ സമസ്ത സയ്യിദുൽ ഉലമ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പ്രസിഡന്റും, ഷെയ്ഖുൽ ജാമിഅ പ്രൊഫസർ K ആലിക്കുട്ടി മുസ്ലിയാർ സെക്രട്ടറിയും, PP ഉമർ മുസ്ലിയാർ കൊയ്യോട് ട്രഷററുമായി ഇന്നും അതിന്റെ പടയോട്ടം തുടരുകയാണ്. മതപരമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക, ആനുകാലികേതര വിഷയങ്ങളിൽ ഫത്വ നൽകുക, സാമൂഹിക തിന്മകളെ തുടച്ചു നീക്കുക, അഹ്ലുസുന്നത്തിന്റെ ആദർശങ്ങൾ നിലനിർത്തുക എന്ന ലക്ഷ്യത്തോടെ കേരള മുസ്ലിങ്ങൾക്ക് മാർഗദർശനമെന്നോണം തിരഞ്ഞെടുക്കപ്പെട്ട ഉന്നതരായ പണ്ഡിതരുടെ 40 അംഗ കൂടിയാലോചനാ സമിതിയായ മുഷാവറയും സമസ്തയുടെ അവിഭാജ്യ ഘടകമാണ്. SKJMCC, SYS, SKSSF, SKIMVB, SKJMF, SMF, SKJQ, SKMMA, SEA, SLC, SPC, SIC തുടങ്ങി പോഷക ഘടകങ്ങളും ഇതിനു കീഴിൽ പ്രവർത്തിക്കുന്നു. നമ്മുടെ വിദ്യാഭ്യാസ രംഗവും ഇന്ന് പടർന്നു പന്തലിച്ച കർണാടക, തമിഴ്നാട്, ലക്ഷദ്വീപ്, ബഹ്റൈൻ, ആൻഡമാൻ നിക്കോബാർ, മലേഷ്യ, ഒമാൻ, UAE തുടങ്ങിയ പ്രദേശങ്ങളിലും സമസ്ത പകർന്ന അക്ഷര വെളിച്ചം പ്രകാശമേകി. വളരെ വ്യവസ്ഥാപിതമായ മദ്രസ പ്രസ്ഥാനത്തിന്റെ ലോകോത്തര മാതൃക സമസ്തയ്ക്ക് അവകാശപ്പെടാനാവും. 10,000-ലധികം മദ്രസകളും 100,000-ഓളം അധ്യാപകരും 10 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളുമായി മദ്രസ പ്രസ്ഥാനം അതിന്റെ പ്രബോധന ഗോധയിലാണ്. അൽബിർ, അസ്മി, അഫ്ദലുൽ ഉലമ, CSWC, SNEC, MEA എഞ്ചിനീയറിംഗ് കോളേജ് തുടങ്ങിയവ സമസ്തയുടെ മറ്റു വിദ്യാഭ്യാസ സംരംഭങ്ങളാണ്. 6 പതിപ്പുകളോടെ പുറത്തിറക്കിയ ആദ്യ മലയാള ദിനപത്രം സുപ്രഭാതവും സമസ്തയുടെ വിവിധ പോഷക ഘടകങ്ങൾക്ക് കീഴിലായി സത്യധാര, അൽ മുഅല്ലിം, അൽ ബയാൻ, സുന്നി അഫ്കാർ, സന്തുഷ്ട കുടുംബം, കുരുന്നുകൾ എന്നീ പ്രസിദ്ധീകരണങ്ങളും ഇസ്ലാമിക സാഹിത്യ അക്കാദമി ISA എന്ന പ്രസിദ്ധീകരണ ഘടകവും സമസ്തയുടെ കീഴിൽ പ്രവർത്തിച്ചു വരുന്നു. നൂറ്റാണ്ടോടടുക്കുന്ന ഈ ആധികാരിക പണ്ഡിത സഭ പ്രയാണം തുടരുകയാണ്. കൈരളിയുടെ കർമ്മ പരിസരങ്ങളിൽ ആത്മീയ വെളിച്ചവും വൈജ്ഞാനിക വെട്ടവും സാംസ്കാരിക സമ്പന്നതയും സാധ്യമാക്കിയ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മലയാള മണ്ണിനെ സമ്പുഷ്ടമാക്കി. ആധിയും വ്യാധിയും നിറഞ്ഞ മുസ്ലിം ഉമ്മത്തിന് ഭീഷണി ഉയർന്ന സാഹചര്യങ്ങളിലെല്ലാം സമസ്ത ക്രിയാത്മകമായി ഇടപെട്ടു. ഏക സിവിൽ കോഡ്, വഖഫ് ബോർഡ്, PSC നിയമനം, ജെൻഡർ ന്യൂട്രൽ യൂണിഫോം, ഫലസ്തീൻ ഐക്യദാർഢ്യം തുടങ്ങി പ്രതിബന്ധങ്ങളിൽ പിടിവിടാതെ പ്രതിസന്ധികൾ പിഴുതെറിഞ്ഞ ഒരുപാട് ഉദാഹരണങ്ങൾ. സമസ്ത സ്ഥാപകരുടെ സ്ഥാപിതോദ്ദേശ്യം സംശുദ്ധമായിരുന്നു. അതിനാൽ തന്നെ ഫലം ശോഭനവുമായിരുന്നു. തഖ്വയിൽ അസ്ഥിവാരമിട്ട മഹിത പ്രസ്ഥാനത്തിന് 98ന്റെ പകിട്ട്. സമസ്ത ഗമിക്കട്ടെ, ഉമ്മത്ത് വളരട്ടെ.